അമ്മച്ചി ഇതാണ് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇത് പ്രശ്നമാവും. അമ്മ മതിയമ്മ, വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒറ്റ ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യമുള്ളൂ, വേറെ ചോദ്യമില്ല. സാധാരണയായിട്ട് നമ്മൾ ഈ തേങ്ങ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും പറ? നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ പറ്റും, പായസം ഉണ്ടാക്കാൻ പറ്റും, കറി ഉണ്ടാക്കാൻ പറ്റും, എല്ലാ സാധനവും ഉണ്ടാക്കാൻ പറ്റും. അത് മാത്രമല്ല നിവൃത്തികെട്ട ഒരുത്തിന് തലക്കെറിഞ്ഞ് കൊല്ലാനും പറ്റും. ഈ തേങ്ങ കൊണ്ട് പ്രദീപ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ കാണിച്ചു കൂട്ടാത്ത പരിപാടികളില്ല. കിണറിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കും, മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് വേണ്ട, രോഗമുള്ളവർക്ക് രോഗം മാറ്റും, ജോലി ഇല്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കും എന്ന് വേണ്ട എല്ലാ കാര്യവും പ്രദീപ് ഈ തേങ്ങ കൊണ്ട് ചെയ്യും. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ തേങ്ങാ പ്രദീപൻ, അയ്യോ അങ്ങനെ പറയാൻ പാടില്ല. തേങ്ങ ഇതിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ പ്രദീപിന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണെങ്കിൽ നമുക്ക് കാഴ്ച നേരിട്ട് കാണാം. ഞാൻ പ്രദീപിനെ വിളിക്കാം. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. പ്രദീപ് സാറേ, പ്രദീപണ്ണാ ഇങ്ങോട്ട് ഇതാണ് ഞാൻ പറഞ്ഞ പ്രദീപ്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും 24 മണിക്കൂർ ഈ സാധനം കാണും. നമ്മുടെ ഈ ശരീരത്തിൽ ഒരുപാട് ദൈവങ്ങളൊക്കെ വരും അല്ലേ? ആഞ്ജനേയം വരും, ഹനുമാൻ വരും അല്ലേ? ഹനുമാൻ വരും, നാഗർ വരും, മാടസ്വാമി വരും. ഒരുപാട് ദൈവങ്ങളുടെ ഹോൾസെയിൽ വ്യാപാരി കൂടിയാണ്. അത് സാർ ആഞ്ജനേയം വന്ന നിങ്ങൾക്ക് എന്നെ പിടിച്ച് നിർത്താൻ പറ്റുമല്ലോ. അതാണ് ആഞ്ജനേയം വന്ന് ഹനുമാൻ വന്നു കഴിഞ്ഞ് ക്യാമറയും മൈക്കെല്ലാം പൊട്ടിച്ച് കളയും, സൂക്ഷിയും കണ്ട് നിന്നോണാ പറയുന്നത്. എന്തായാലും നമുക്ക് ആഞ്ജനേയം വേണ്ട. ആഞ്ജനേയം വന്ന് ഭയങ്കര ശക്തിമാനാണ്. അറിയാം, മറ്റേ മലയൊക്കെ പൊക്കിക്കൊണ്ട് പോയ ആളെ അറിയത്തില്ലയോ? വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബലവാനാണ്. നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല പറയുന്നത്. പിടിച്ചാൽ കിട്ടൂല. ഉറപ്പ്. ഭയങ്കരം തന്നെ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ദേഹത്ത് ഒരുപാട് ശക്തികളൊക്കെ വരുമെന്ന് പറഞ്ഞിരിക്കുവാണ്. നമ്മളിങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ഒരുപാട് സമയമായി, വീട്ടിൽ പോകണം. ഇനി ഇദ്ദേഹത്തിന്റെ ദേഹത്തുള്ള ഏതെങ്കിലും ശക്തി നമ്മൾ അനുഗ്രഹിക്കുന്നു, ആ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകുന്നു. അതിനുവേണ്ടി കാത്തിരിക്കുവാണ്. കണ്ണോ കണ്ടേക്കാ എന്റെ പൊന്നെ, എന്റെ പച്ചി, ഞാൻ ഈ സ്വാമി, അയ്യോ എന്റെ അമ്മച്ചി ഇതാണ് കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇത് പ്രശ്നമാവും. ഹനുമാനാണ്ട, ഇത് ഹനുമാനാണത്. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഹനുമാൻ. ഈ സമയത്ത് ഞാൻ പേടിച്ചു പോയി. നന്നായി, ഇതുപോലൊരു മണ്ടത്തരം ഇനി ലോകത്തൊരുത്തനും പറ്റാനില്ല. ഹനുമാൻ കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഹനുമാൻ. ഇത് അക്രമ സ്വഭാവമുള്ള ഹനുമാനാണ്. അമ്മ തെരിയാതാ, അമ്മയാ അല്ലേ? സത്യത്തില് ഭദ്രകാളിയാ, ഭദ്രകാളിയാണ്. ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കമ്പനിക്ക് അറിയാൻ പറ്റുമോ? പെട്ടെന്ന് ഇങ്ങനെ ആവാൻ നീല് പറഞ്ഞ് പെട്ടെന്ന് വരുത്താൻ വേണ്ടി നീ അനുഭവിച്ചോ? വെറുതെ ഇരുന്ന് പ്രദീപിന്റെ ദൈവത്തെ ഇറക്കട്ടെ, നീ ഒറ്റ ഒരുത്തനാ അവിടെ ഇരുന്ന് വെറുതെ ഇരുന്നതാ. അമ്മ മതിയമ്മ, വല്ല കാര്യം ഉണ്ടായിരുന്നു. അമ്മ മതി. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി.